2017 നെറ്റ്ഫ്ലിക്സിന്റെ എക്സിക്യൂട്ടീവ് ഒരു തമാശ പറഞ്ഞു, അവർ ബിഗസ്റ്റ് കോമ്പറ്റീറ്റർ ഈസ് സ്ലീപ്പ്. പക്ഷേ അത് വെറും ഒരു തമാശയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മളെപ്പോലുള്ള മനുഷ്യരൊക്കെ ഉണർന്നിരിക്കുന്ന സമയമെല്ലാം സ്ക്രീനിന്റെ മുമ്പിൽ പിടിച്ചിരുത്താനുള്ള ടെക്നിക്ക് അവരുടെ കയ്യിൽ ഉണ്ട് എന്നും, എന്നാൽ നമ്മുടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ ഉറക്കത്തിന്റെ ബാക്കിയുള്ള ആ ഒരു ചെറിയ പോർഷനാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ റൈവൽ എന്ന് തന്നെ ആയിരിക്കണം അദ്ദേഹം അന്ന് അവിടെ ഉദ്ദേശിച്ചത്. ഇന്ന് കമ്പനികൾ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പണത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം അറ്റൻഷൻ ഉണ്ടെങ്കിൽ അതുവഴി അവർക്ക് എന്തും നേടാം. ഒരു സ്ക്രീനിൽ നിങ്ങൾ കൂടുതൽ നേരം നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ്സ് കാണാം, നമ്മുടെ കൂടുതൽ ഡാറ്റ അവർ കളക്ട് ചെയ്യും. തൊട്ടടുത്തത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തത് കാണിക്കാനും അവരെ കൊണ്ട് സാധിക്കും. ലൈക്സും കമന്റും സ്ക്രോളും എല്ലാം അവർ നമുക്ക് വെറുതെ തന്നൊരു ഫീച്ചറായിട്ട് മാത്രം കാണണ്ട, അതെല്ലാം നമ്മുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള പലതരത്തിലുള്ള മാർഗങ്ങൾ മാത്രമാണ്. നമ്മൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ എന്തിലൊക്കെ ഒരുപാട് നേരം നോക്കിയിരിക്കുന്നു, എന്തൊക്കെ നമ്മൾ പെട്ടെന്ന് സ്വൈപ്പ് ചെയ്ത് കളയുന്നു, ഈ കാര്യങ്ങളെല്ലാം ഡാറ്റ രൂപത്തിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് മാത്രമല്ല പല ഫീച്ചേഴ്സും നമ്മളെ ഹുക്ക് ചെയ്ത് വെക്കുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിവാർഡ്സിന്റെ രൂപത്തിലാണ് ആ ലൂപ്പ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടുതൽ എക്സൈറ്റ്മെന്റിന് വേണ്ടി നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ബ്രെയിൻ കൂടുതൽ എക്സൈറ്റ്മെന്റിന് വേണ്ടിയിട്ട് അടുത്ത പോസ്റ്റിലേക്കും അതിനുശേഷമുള്ള പോസ്റ്റിലേക്കും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ ലൂപ്പിൽ വീണുപോയി ഫെയിലായി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെട്ടതാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ ആരും ഫെയിലായി പോയതല്ല, നമ്മുടെ ബ്രെയിനിനെ കൃത്യമായിട്ട് ട്രാപ്പ് ചെയ്യാൻ ഇന്റൻഷനലി ഡിസൈൻ ചെയ്ത ആ ട്രാപ്പിൽ നമ്മൾ വീണുപോയി എന്ന് മാത്രം. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരു സിംഗിൾ മോളിക്യൂളിനെ പറ്റി കുറച്ചും കൂടെ അറിയേണ്ടതായിട്ടുണ്ട്. അതാണ് ഡോപ്പമിൻ. അതിനെ പലപ്പോഴും പ്ലഷർ കെമിക്കൽ എന്നാണ് വിളിക്കുന്നതെങ്കിലും ശരിക്കും അതൊരു പ്ലഷർ കെമിക്കൽ അല്ല. ഡോപ്പമിൻ ശരിക്കും നമുക്ക് ഫീൽ ഗുഡ് ഫീലിംഗ് ഒന്നും തരുന്നില്ല. റിവാർഡ് കിട്ടുന്നതിന് മുമ്പേ ഉള്ള സ്പാർക്ക്, അതായത് പോയി ഫോൺ എടുക്കാനും അത് ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സ്ക്രോൾ ചെയ്യാനും അങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കി തള്ളിവിടുന്ന ആ ഒരു ഡ്രൈവ് മാത്രമാണ് ഡോപ്പമിൻ. ഓരോ തവണ നമ്മുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരു ചെറിയ പൾസ് ഓഫ് ഡോപ്പമിൻ നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യും. ആ ഒരു സെക്കൻഡ് നമ്മളോട് പറയുന്നത് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നടക്കുന്നുണ്ട്, വേഗം പോയി ചെക്ക് ചെയ്യൂ എന്നാണ്. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം, അത് മെസ്സേജ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, മീംസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളുടെ ആ ഒരു സെയിം സർക്യൂട്ടിനെ തന്നെ വീണ്ടും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ കുറെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഒരു സെയിം ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് കിട്ടാനായിട്ട് നമ്മുടെ ബ്രെയിനിന് കൂടുതൽ സ്റ്റിമുലേഷൻ അത്യാവശ്യമാണ്. ഒരു പുസ്തകം വായിക്കുന്നത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും, രണ്ടുപേരുമായിട്ട് ചേർന്നിരുന്ന ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്നത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. പ്ലഷർ അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നതിന്റെ ബേസ് ലൈൻ നമ്മുടെ ബ്രെയിൻ തന്നെ കുറച്ച് ഹൈ ലെവലിലേക്ക് മാറ്റിവെക്കും. അങ്ങനെ പുസ്തകം വായിക്കുന്നതും ആളുകളുമായിട്ട് സംസാരിക്കുന്നതും ഒന്നും ഒരു തരത്തിലും നമ്മുടെ ആ ലെവലിൽ എത്തുന്ന തരത്തിലുള്ള സ്റ്റിമുലേഷൻ നമുക്ക് തരാനും പോകുന്നില്ല. പലപ്പോഴും നമ്മൾ ഡ്രഗ് ടോളറൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെ. അതായത് ചെറിയ ലെവൽ ഓഫ് ഡ്രഗ്സ് കഴിച്ചു തുടങ്ങിയ ഒരാൾക്ക് പിന്നീട് ആ ലെവൽ ഓഫ് സ്റ്റിമുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ലെവൽ ഓഫ് ഡ്രഗ് പോരാ, അവർ കൂടുതൽ ഡ്രഗ്സിലേക്കോ അതല്ലെങ്കിൽ അതിനേക്കാളും വീര്യം കൂടിയ ഡ്രഗ്സിലേക്കോ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ലേസി ആയതുകൊണ്ടല്ല, നമ്മുടെ ബ്രെയിനിന്റെ കംപ്ലീറ്റ് റിവാർഡ് സിസ്റ്റം തന്നെ ഇപ്പോൾ നമ്മൾ കുറേ നാളത്തെ നമ്മുടെ ഈ തരത്തിലുള്ള പ്രവർത്തികൾ കൊണ്ട് റീവയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻസ്റ്റന്റും ഈസിയുമായിട്ടുള്ള ഡോപ്പമീനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ ലോകം മുഴുവൻ നമ്മളുടെ ആ ഒരു പ്രയോറിറ്റി അതുകൊണ്ടുണ്ടാവുന്ന ഡിസ്ട്രാക്ഷനിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയുമാണ്. അത് ആക്സിഡന്റലി സംഭവിച്ചതല്ല, കൃത്യമായിട്ടുള്ള ഡിസൈൻ വഴി തന്നെ സംഭവിച്ചതാണ്. ഓരോ തവണ നമ്മൾ ഒരു ടാസ്കിൽ നിന്നും മറ്റൊരു ടാസ്കിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അതിനൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട്. പല കണക്കുകളും പറയുന്നത് നമ്മുടെ ബ്രെയിൻ ആ ഒരു ഡീപ്പ് ഫോക്കസിലേക്ക് തിരിച്ചെത്താനായിട്ട് ഏകദേശം 23 മിനിറ്റ് എടുക്കുന്നുണ്ട് എന്നാണ്. അതായത് ഓരോ ഇൻട്രപ്ഷന് ശേഷവും നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിന്റെ ഫോക്കസ് തിരികെ കൊണ്ടുവരണമെങ്കിൽ 23 മിനിറ്റ് എടുക്കും എന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓരോ മണിക്കൂറിലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡസൻസ് ഓഫ് മൈക്രോ ഡിസ്ട്രാക്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് വലിയൊരു അത്ഭുതമൊന്നുമല്ല. നമ്മുടെയൊക്കെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, ഓരോ കാര്യത്തിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ആ ഒരു ഡെപ്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ഈ അറ്റൻഷൻ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ സെൽഫ് റിഫ്ലക്ഷൻ, ഇതൊന്നും നമുക്ക് കൈ എത്തുന്ന ദൂരത്തേ ആയിരിക്കില്ല. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ജീവിതം ജീവിക്കാൻ തന്നെ നമ്മൾ മറന്നുപോകും. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ വിളിക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് അറ്റൻഷൻ എന്നാണ്. ആങ്സൈറ്റിയും ബേൺ ഔട്ടും സ്കൈ റോക്കറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ റീസണിൽ ഒന്നും ഇതാണ്. എന്റർടൈൻമെന്റും കംഫർട്ടും കൺവീനിയൻസും ഒക്കെ നമ്മുടെ ചുറ്റും ഇത്രത്തോളം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ആങ്സൈറ്റി ഒക്കെ ഫേസ് ചെയ്യുന്നതിന്റെ കാരണം ഇതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ബ്രെയിനിന്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഒരേ സമയം ഒന്നിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു പ്രോബ്ലം അതല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ഒരു സമയത്തിൽ ഏർപ്പെടുക എന്നതിലാണ്. പക്ഷേ ഒരേ സമയം തന്നെ നമ്മുടെ ബ്രെയിനിന്റെ അറ്റൻഷൻ ഇവിടെ എല്ലാം വേണ്ടി വരുന്ന സമയത്ത് ഒന്നിലും പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടാതെ ആവുന്നതാണ് അവസാനം സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അറ്റൻഷൻ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ആപ്പുകളും ഡിലീറ്റ് ചെയ്തുകൊണ്ടാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്?
ചെയ്യുന്നത്. നമ്മുടെ മൈൻഡിനെ പ്രോപ്പറായിട്ട് സെർവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ എൻവയൺമെന്റിൽ സെറ്റ് ചെയ്യാം. അതല്ലാതെ നമ്മുടെ മൈൻഡിനെ ഡ്രെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ നമ്മുടെ എൻവയൺമെന്റ് സെറ്റ് ചെയ്യുന്നത്. ഒന്നാമത്, ക്രിയേറ്റ് ഫ്രിക്ഷൻ ഫോർ ഡിസ്ട്രാക്ഷൻ. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്മുടെ അടുത്ത് നിന്ന് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക. പറ്റുമെങ്കിൽ വെബ്സൈറ്റ് ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുക. അതിനോടൊപ്പം ഗ്രേ സ്കെയിൽ ഇമേജിങ്, അതായത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിലേക്ക് ഒരു സമയത്തിന് ശേഷം നമ്മുടെ ഫോൺ മാറ്റാനും ശ്രമിക്കുക. ഒരു കാര്യം നമ്മളെല്ലാം ഓർമ്മിക്കേണ്ടത്, നമ്മൾ ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നത് നമുക്ക് അവിടെ ഒരു കൺവീനിയൻസ് ഉള്ള സമയത്താണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ട് എല്ലാ ദിവസവും എല്ലാ സമയവും നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇവൻച്വലി അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ് അല്ലാതാക്കാനായിട്ട് അത് കൂടുതൽ ഇൻകൺവീനിയൻ്റ് ആക്കി മാറ്റുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്, ബാച്ച് യുവർ ഡോപ്പമൈൻ. ഈ സോഷ്യൽ മീഡിയ, ഫോണും ആപ്പുകളും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് നമുക്കിത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഒരു ദിവസം നമ്മൾ ഈ സ്ക്രീന് വഴി നമുക്ക് കിട്ടാൻ പോകുന്ന ഈ പ്ലഷറിനെ നമ്മൾ സ്കാറ്റർ ചെയ്ത് ഹോൾ ഡേ ഇത് യൂസ് ചെയ്യുന്നതിന് പകരം കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ ഒരു സമയം നമ്മൾ കണ്ടെത്തുക. അത് കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. ആ സമയത്ത് ഗിൽ ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ കാണാനും ശ്രമിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് തന്നെ മനസ്സിലാവും എപ്പോഴും നമുക്ക് കൺവീനിയൻസ് വേണ്ടപ്പോഴോ അതല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ ഒരു റിഫ്ലെക്സ് പോലെ എടുത്ത് നോക്കുന്ന സാധനമല്ല സ്ക്രീൻ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തോ അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം ആ സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് ഈ സ്ക്രീൻ എന്ന് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും. ഇനി മൂന്നാമത്, പ്രാക്ടീസ് ഡെലിബറേറ്റ് ബോർഡം. നമ്മളൊരു ലൈനിൽ കാത്തു നിൽക്കുമ്പോഴോ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴോ ഒരു ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോഴോ കാർ സർവീസിന് കൊടുത്തിട്ട് ഒരു വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തോ കുറച്ച് നേരം നമ്മുടെ മനസ്സ് ബോറടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആ ബോർഡം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മൈൻഡിനെ കുറേ നേരം എവിടെയെങ്കിലും ഒക്കെ വാണ്ടർ ചെയ്ത് വിടാനും അനുവദിക്കുക. വെറുതെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഫുള്ളി ഒക്കുപ്പൈഡ് ആയിട്ട് ഫോൺ എടുത്ത് വെച്ച് മുന്നിൽ വെക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഒന്നും ചെയ്യാതിരിക്കുന്ന ഈ ഒരു ബോർഡത്തിനെ എൻജോയ് ചെയ്യാൻ നമ്മുടെ മൈൻഡിനെയും ബ്രെയിനിനെയും ട്രെയിൻ ചെയ്യുക. ഇനി 4, റീബിൽഡിംഗ് ദ സാറ്റിസ്ഫാക്ഷൻ ലൂപ്പ്. ഈ പ്ലഷർ എന്ന് പറയുന്നത് പെട്ടെന്ന് ഫെയ്ഡ് ആയി പോകും. പക്ഷേ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യും. നമ്മുടെ ഹോൾ ഫോക്കസിനെ ഈ കൺസ്യൂമിങ്ങിൽ നിന്നും ക്രിയേറ്റിംഗിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും എഴുതുന്നതായിരിക്കാം, എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നതായിരിക്കാം, കുക്ക് ചെയ്യുന്നതായിരിക്കാം, ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, എന്തുമാവാം. ഓരോ തവണയും ഈ ഒരു സ്മോൾ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡീപ്പർ ആയിട്ടുള്ള ഡോപ്പമീനുമായിട്ടായിരിക്കും ബ്രെയിൻ നമ്മളെ റിവാർഡ് ചെയ്യാൻ പോകുന്നത്. ഇനി 5, ഗാർഡ് യുവർ മോർണിംഗ്സ് ആൻഡ് ഈവനിങ്സ്. നമ്മുടെ കംപ്ലീറ്റ് മെന്റൽ ടോണിനെ തന്നെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ രാവിലെകളും ഈവനിങ്സും ആണ്. അറ്റ്ലീസ്റ്റ് രാവിലെ കണ്ണ് തുറന്ന് എണ്ണീക്കുമ്പോഴെങ്കിലും കുറച്ച് നേരം സ്ക്രീൻ മാറ്റിവെക്കാൻ ശ്രമിക്കുക. കിടന്നുറങ്ങുന്ന സമയത്തും കുറച്ച് നേരം സ്ക്രീൻ മാറ്റിവെക്കാൻ ശ്രമിക്കുക. ആ ഒരു മെന്റൽ റീസെറ്റ് സോണിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ആ സമയത്ത് തീർച്ചയായിട്ടും സ്ക്രീനുകൾ മാറ്റിവെക്കാനും ശ്രമിക്കുക. ആ സമയത്തിനെ വേണമെന്നുണ്ടെങ്കിൽ റീഡിംഗ് ആയിട്ടോ അതല്ലെങ്കിൽ സിമ്പിൾ ഒരു ബോഡി സ്ട്രെച്ചിങ് ആയിട്ടോ എന്തെങ്കിലും കൊണ്ട് റീപ്ലേസ് ചെയ്യാനും ശ്രമിക്കുക. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരുമായിട്ടെങ്കിലും കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് റീപ്ലേസ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ പലപ്പോഴും കൺസിഡർ ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ അറ്റൻഷൻ എന്ന് പറയുന്നത് കണ്ടേജിയസ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആളുകളും ഡിസ്ട്രാക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ നമ്മൾ മിറർ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റും സെയിം ആണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഫോക്കസിനെ കൂടുതൽ വാല്യൂ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റും ഉള്ളതെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ ഈ ഫോക്കസിന് മുകളിലുള്ള കൺട്രോൾ പ്രോപ്പറായിട്ട് റീഗെയിൻ ചെയ്ത് വരുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് വെറും ഒരു റിസോഴ്സ് മാത്രമല്ല. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഫോക്കസാണ്. കാരണം നമ്മൾ എന്തിലേക്കാണോ അറ്റൻഷൻ കൊടുക്കുന്നത്, നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് കൊടുക്കുന്നത്, നമ്മൾ അതായിട്ടാണ് മാറാൻ പോകുന്നത്. നമ്മുടെ ഫോക്കസ് തന്നെ സ്കാറ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫും അതേപോലെ സ്കാറ്റേർഡ് ആവും. ഇനി നമ്മുടെ ഫോക്കസ് ഇന്റൻഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫും മീനിങ് ഫുൾ ആവും. അപ്പോൾ ഇനി അടുത്ത 7 ദിവസം ഞാൻ ഈ പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാനും എനിക്ക് വേണ്ടിയിട്ട് ഇതൊരു ചലഞ്ചായിട്ട് തന്നെ എടുക്കുന്നു. ഓരോ സമയവും നമ്മൾ കൈയെത്തി നമ്മുടെ ഫോണിലേക്ക് റീച്ച് ചെയ്ത് ഫോൺ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് പോസ് ചെയ്ത് നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വിലപിടിപ്പുള്ള അസറ്റായ എൻ്റെ അറ്റൻഷൻ ഈ ഒരു നിമിഷം ഞാൻ ഈ ഫോണിനാണോ കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലേക്കും ആണോ എന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ ചോദ്യം നമ്മളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫ് ലോങ് ഓൺ ചെയ്യാൻ പോകുന്ന ഏറ്റവും വിലപിടിപ്പുള്ള റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡും നമ്മുടെ അറ്റൻഷനും നമ്മുടെ ഫോക്കസും തന്നെയാണ്. ആ ഒരു അറ്റൻഷൻ നമ്മൾ തിരിച്ചു പിടിക്കുന്ന സമയം ഒരു പ്രോപ്പർ ഡിസൈനോടുകൂടി നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. അൽഗോരിതം ആയിരിക്കില്ല നമ്മളെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.